നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുത്തൂരിൽ നടത്തിയ ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിംഗ് വിദ്യാർത്ഥികളുടെ പ്രിയദർശിനി 2K 2024 കൺട്രോളർ K മദൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല മാരത്തോൺ, ക്വിസ് മത്സരം എന്നിവ തൃശൂരിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ കാരുണ്യ സാമ്പത്തിക പദ്ധതി CVR ചിറ്റിരിപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുത്തൂരിൽ സംഘടിപ്പിച്ച ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തോൽവിയിൽ ജില്ലയിലെ നേതൃത്വത്തെയാണ് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും തെറ്റുകാരായി കാണുന്നത്. ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലം തിരിച്ചുപിടിച്ചേ മതിയാകൂ. അതിനെ ജില്ലയിലെ നേതാക്കൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരണമെന്നും VD സതീശൻ പറഞ്ഞു. പുത്തൂർ പുഴയോരം ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ നേതാക്കന്മാരും പ്രവർത്തകരും തയ്യാറാകണമെന്നും ഏൽപ്പിക്കുന്ന ചുമതലകൾ ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നഷ്ടപ്പെട്ട ഐക്യം വീണ്ടെടുക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും വൈരാഗ്യബുദ്ധിയോടെയുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ പറഞ്ഞു. ബെന്നി ബെഹനാൻ MP, AICC സെക്രട്ടറിമാരായ PV മോഹനൻ, റോജി M ജോൺ MLA, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, MLA മാരായ AP അനിൽകുമാർ, TJ സനീഷ് കുമാർ ജോസഫ്, മുൻ DCC പ്രസിഡന്റുമാരായ PA മാധവൻ, O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, മുൻ MLA മാരായ TV ചന്ദ്രമോഹൻ, MK പോൾസൺ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, KP ശശികുമാർ, CC ശ്രീകുമാർ, ജോൺ ഡാനിയൽ, ഷാജി കോടങ്കണ്ടത്ത്, A പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുന്നോടിയായി തൃശൂർ സ്വരാജ് റൗണ്ടിലെ വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും വളണ്ടിയേഴ്സും ഉൾപ്പെടുന്ന 350 പേരുടെ ഒരു വാക്കത്തോൺ ടൗൺ ഹാളിലേക്ക് മാർച്ച് ചെയ്തു. കൂടാതെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ സഞ്ചരിക്കുന്ന HIV എയ്ഡ്സ് ബോധവൽക്കരണ വാൻ ടൗൺ ഹാളിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാരത്തോണിലും ക്വിസ് മത്സരത്തിലും വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഉദ്ഘാടന ചടങ്ങിൽ വിതരണം ചെയ്തു. ഇന്ന് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്. 2024 അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ വിദ്യാർത്ഥികളിൽ HIV കുറിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനാണ് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ആരോഗ്യവകുപ്പ് അടക്കം വിവിധ സർക്കാർ വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ അന്താരാഷ്ട്ര യുവജന ദിനമായിട്ടുള്ള ഇന്ന് വിപുലമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയായി സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. യുവജനങ്ങളും വിദ്യാർത്ഥികളും സ്വയം ബോധവാന്മാരാകുക എന്നതിനോടൊപ്പം തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രത്യേക താല്പര്യവും കാണിക്കേണ്ടതുണ്ട്. ഈ വർഷത്തെ ലോക യുവജന ദിനത്തിന്റെ പരിപാടികളിലും പ്രമേയത്തിലും പറയുന്നത് പോലെ ഡിജിറ്റൽ പാഠങ്ങൾ ഇതിനെല്ലാം വേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള യുവജന ഡിജിറ്റൽ പാഠങ്ങൾ ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ ഉപകരണങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ,
തുടങ്ങിയ ആധുനിക സങ്കേതങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസന പ്രക്രിയയിൽ മാത്രമല്ല പ്രോത്സാഹനം നൽകുന്ന എല്ലാ മേഖലകളിലും അതിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ലോകനന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള എല്ലാ പദ്ധതികളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായം നമുക്ക് വളരെ അനിവാര്യമാണ്. ലോകത്ത് ആകമാനമുള്ള യുവജനങ്ങളുടെ പൊതുസേവനം പരിശോധിച്ചതിൽ പുത്തൻ സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുന്നതിനും പോസിറ്റീവായി മാറ്റുന്നതിനും വളരെ മുൻപന്തിയിലാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുവജനങ്ങൾ വിവിധ മേഖലകൾക്ക് നൽകിയ സംഭാവനകളെ അനുസ്മരിക്കും വിധം യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവരെ ബോധവൽക്കരിക്കാനുമാണ് ഇന്ന് ഓഗസ്റ്റ് 12 ഐക്യരാഷ്ട്രസഭ തന്നെ അന്താരാഷ്ട്ര യുവജന ദിനമായി സംഘടിപ്പിക്കുന്നു. 42 ലക്ഷത്തിലധികം വില വരുന്ന വാക്സ് ഗോൾഡ് കവർച്ച കേസിലെ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. തൃശൂരിൽ ലോഡ്ജിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് 42 ലക്ഷത്തിലധികം രൂപയുടെ വാക്സ് ഗോൾഡും പണവും മറ്റും കവർച്ച നടത്തിയ കേസിലെ ഇടുക്കി കാരിക്കോട് തെക്കുംഭാഗം ദേശത്ത് പള്ളിപ്പറമ്പിൽ വീട്ടിൽ പക്കി എന്ന് വിളിക്കുന്ന സാംസൺ പീറ്റർ, ഇടുക്കി കരിങ്കുന്നം പൊന്നത്താനം സ്വദേശിയായ പടിക്കാച്ചിക്കുന്നേൽ വീട്ടിൽ നന്ദു ദീപു എന്നയാളെയുമാണ് ഈസ്റ്റ് പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 3 പ്രതികളെ മുൻ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ പ്രതികളെ പിടികൂടാനായുള്ള അന്വേഷണ സംഘം ഈ പ്രതികളെ ഇടുക്കി മൂലമറ്റത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു. തൊടുപുഴ, കരിക്കുന്നം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളിലെ പ്രതിയാണ് സാംസൺ പീറ്റർ. നന്ദുവിനെ കാളിയാൻ, തൊടുപുഴ, കരിക്കുന്നം, കോട്ടയം, കോന്നി എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ 5ഓളം കേസുകളിലെ പ്രതിയുമാണ്. കത്തികൊണ്ട് കുത്തിയും ആക്രമിച്ചും പരിക്കേൽപ്പിച്ച് ആലുവ സ്വദേശികളിൽ നിന്നാണ് ഗോൾഡ് വാക്സും പണവും പ്രതികൾ കവർന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ RIPSന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തൃശൂർ ACP സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മൂലമറ്റത്തു നിന്നും അതിസാഹസികമായി പിടികൂടി സ്റ്റേഷനിലെത്തിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെജോ MJ എന്നിവരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് BSc 2020 ബാച്ച് നടത്തിയ പ്രിയദർശിനി 2K24 KU കൺട്രോളർ K മദൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 12 മുതൽ 17 വരെ കോളേജ് അങ്കണത്തിൽ സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോൾ ഒരുക്കിയിരുന്നു. പ്രതിസന്ധി നേരിടുന്ന നെയ്ത്ത്, വനവിഭവ, വിപണന മേഖലകൾക്ക് ഒരു കൈത്താങ്ങാകുക എന്നതാണ് ലക്ഷ്യം. ഈ സംരംഭത്തിലൂടെ ലഭിക്കുന്ന തുക വയനാടിലെ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങാൻ വിദ്യാർത്ഥികളായ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകും. ഡോക്ടർ ദിവ്യ വിജയൻ പരിപാടി വിശദീകരിച്ചു. K സുനന്ദ, KK രമണി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KN ഉഷാദേവി, അമൃത, ഡോക്ടർ ബോണിഫസ് BJ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ KN ഉഷാദേവി സ്വാഗതവും S അമൃത നന്ദിയും പറഞ്ഞു. എൻ്റെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ചെറുപ്പകാലത്ത് വിപണി, വ്യാപാരം എന്നീ 2 കാര്യങ്ങൾ മനുഷ്യന് ദോഷം ചെയ്യുന്നതാണ്. അത് ആർത്തിയിലേക്കും മത്സരത്തിലേക്കുമൊക്കെ നയിക്കുന്ന ഒന്നാണ്. സാഹിത്യമാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത്, പഠിച്ചു തുടങ്ങുന്ന കാലത്ത്. പക്ഷേ നമ്മളിങ്ങനെ ചലനാത്മകമാണ് ലോകം എന്ന് പറയുന്ന പോലെ എപ്പോഴും നിരന്തരമായി നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ തന്നെ മാറ്റിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യമാണ്, വിപണനം എന്നതൊരു കലയാണ്. അതായത് അതിനകത്ത് മത്സരം എന്ന ഒരു ഘടകം മാത്രമല്ല ഉള്ളത്, ഒരു സഹായം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ വാക്ക് സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒക്കെയാണ്. മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര സുരക്ഷാ കുടുംബ പദ്ധതിയിൽ മരിച്ച കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് വ്യാപാര ഭവനിൽ വെച്ച് ഉച്ചകഴിഞ്ഞ് 3:30 K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് പങ്കെടുക്കും. ഭദ്രം പദ്ധതിയിൽ അംഗമായ വ്യാപാരി മരിച്ചാൽ 10 ലക്ഷം രൂപയും ഭദ്രം പ്ലസിൽ അംഗമായ വ്യാപാരി മരിച്ചാൽ 5 ലക്ഷം രൂപയും കുടുംബത്തിന് നൽകും. പത്രസമ്മേളനത്തിൽ അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, PS അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. പാരവനിൽ വെച്ചിട്ടാണ് നമ്മൾ ആ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷണിക്കുകയും ചെയ്യണം. പിന്നെ അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വയനാട് നടന്ന ട്രാജഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം സംസ്ഥാന തലത്തിൽ വ്യാപാരി വ്യവസായി അവിടെ 3 ഏക്കർ സ്ഥലം മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഫണ്ട് അനുസരിച്ചിട്ട് അവിടെ വീട് പണിയിലും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാഥമിക നിലയ്ക്ക് ഇപ്പോൾ 3 ഏക്കർ സ്ഥലം മേടിക്കണം. അതിലേക്ക് കേരളത്തിൻ്റെ എല്ലാ യൂണിറ്റും സംഭാവന പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിവിടെ 2,11,111 രൂപ ഞങ്ങളത് സംഭാവന ചെയ്യുന്നുണ്ട്. കുറേ കൂടി കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, 2 കോടി ഏകദേശം ഒരു 2-2.5 കോടി രൂപ വ്യാപാരത്തോട് നഷ്ടമുണ്ട്. ബസ് യാത്രയിൽ യുവതിയെ ലൈംഗിക ഉദ്ദേശത്തോടെ മാനഹാനി വരുത്തിയ ആൾ അറസ്റ്റിൽ. ആനക്കല്ല് തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിൽ വെച്ച് യുവതിയെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയായ തൃശൂർ ചെങ്ങാലൂർ സ്വദേശിയായ പേരക്കാടൻ വീട്ടിൽ ആന്റോ എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് യുവതിയെ ബസ് യാത്രക്കിടയിൽ മാനഹാനി വരുത്തിയത്. തുടർന്ന് യുവതിയുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചതിലാണ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ കാരുണ്യ സാമ്പത്തിക പദ്ധതിയായ സാന്ത്വനം 24 15 രാവിലെ 10:30 കേരളവർമ്മ വായനശാലയിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന വിപുലമായ കാരുണ്യ സഹായ പദ്ധതിയുടെ ഈ 11ാം ശ്രേണിയിൽ 10 ലക്ഷത്തിൽ പരം രൂപയുടെ സഹായങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വി സജിത് പദ്ധതി വിശദീകരണം നടത്തും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നടത്തും. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ചന്ദ്രപ്രകാശ് ഇടമന, സ്വപ്ന ശശികുമാർ, ശ്രീകുമാർ കോഴിക്കര, കൗൺസിലർ PN വൈശാഖ്, ഉണ്ണി വടക്കാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. പത്രസമ്മേളനത്തിൽ ഹരീഷ് കോളഞ്ചേരി, വി സജിത്, ചന്ദ്രപ്രകാശ് ഇടമന, ശ്രീകുമാർ കോഴിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മൾ വ്യാസ കോളേജ്, നമ്മളെല്ലാവരും ഏകദേശം വ്യാസ കോളേജിൻ്റെ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഹായിക്കണം, അവർക്ക് ഒരു സ്കോളർഷിപ്പ് നടത്തണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്രയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ ഒരു നല്ലൊരു ദിവസമായി തിരഞ്ഞെടുത്ത് നമ്മുടെ കേരളവർമ്മ വായനശാലയിൽ വെച്ചിട്ട് ഒരു ഉദ്ഘാടനം, ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള ചാരിറ്റി സാന്ത്വനം 24 ഒരു ഉദ്ഘാടനം അതിന് നമ്മുടെ പ്രിയപ്പെട്ട MLA സേവ്യർ ചിറ്റിലപ്പള്ളി, അതുപോലെ കോർപ്പറേറ്റ് ചെയർമാൻ PN സുരേന്ദ്രൻ, മറ്റ് കൗൺസിലേഴ്സ്, വാർഡ് മെമ്പേഴ്സ്, നമ്മുടെ പ്രമുഖർ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഈ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് സഹായം കൈമാറാനായിട്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട്
MediPlus Diagnostics, Digital X-ray, Laboratory and ECG, Suvarna Bazaar, Market Road, Mannuti. Phone 0487-237-2374, mobile 790-227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പത്മിനി ടീച്ചറുടെ 74-ാം പിറന്നാൾ ദിനത്തിൽ ഓഗസ്റ്റ് 14-ന് ടീച്ചറുടെ ശിക്ഷണത്തിൽ കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ശിഷ്യർ ഗുരുദക്ഷിണ എന്ന ചടങ്ങ് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷം വഹിക്കും. രാവിലെ 10 മുതൽ 1 മണിവരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തും. 3 മുതൽ 4 മണിവരെ ടീച്ചറും ശിഷ്യകളും അവതരിപ്പിക്കുന്ന നൃത്താർച്ചന നടക്കും. 6 മണിക്ക് ഡോക്യുമെന്ററി പ്രകാശനം നടക്കും. വാർത്താസമ്മേളനത്തിൽ കലാമണ്ഡലം ഭാനു, രാജീവ് ശ്രീ, സുശീല സരോജിനി, അംബിക തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധരണയും നടത്തി. കൊൽക്കത്ത ആർജി കർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ സമരമുഖത്തെത്തിയത്. OP ബ്ലോക്കിന് മുൻപിൽ നിന്ന് ആരംഭിച്ച റാലി അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ സമാപിച്ചു. KGM CTA മുൻ സംസ്ഥാന പ്രസിഡന്റ് കവിത രവി ഉദ്ഘാടനം ചെയ്തു. KGM CTA, PG അസോസിയേഷൻ, ഹൗസ് സർജൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡോക്ടർമാരായ ബിനോയ് സിദ്ധാർത്ഥൻ, സന്ദീപ്, ബിനോയ് എടക്കളത്തൂർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കെ മേഘ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസറായി മെഡിക്കൽ കോളേജിൽ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തൊരു വലിയ കുറ്റമുണ്ട്. എന്താണെന്നറിയാമോ? അഡ്ജസ്റ്റ്മെന്റ്, ഇല്ലാത്ത സൗകര്യങ്ങളോടുള്ള അഡ്ജസ്റ്റ്മെന്റ്. അത് ഞങ്ങൾ ചെയ്ത ഒരു വലിയ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ആ കുറ്റം ചെയ്യരുതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോറും ഒരു സൗകര്യങ്ങളും ആരും ചെയ്തു തരാൻ പോകുന്നില്ല. നമ്മൾ വർഷങ്ങളായി പല രീതിയിൽ, വന്ദനാദാസിന്റെ സമയത്ത് ഒരു ഓർഡിനൻസ് ഇറങ്ങി, ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, IMA ഉൾപ്പെടെ എല്ലാ സംഘടനകളും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ആവശ്യപ്പെട്ട് എന്താണ് നമ്മളുടെ മെയിൻ ആവശ്യം എന്താണ്? ഹോസ്പിറ്റലുകളെ ഒരു സേഫ് സോണായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ആരും നമ്മളുടെ ഈ പരാതികളോ ഈ മരണങ്ങളോ ഒന്നും ചെവിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇനിയും എത്ര ധർണകൾ നടത്തണം, ഇനിയും എത്ര മെഴുകുതിരികൾ കത്തിക്കണം, ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾക്ക് എപ്പോഴും ഉണ്ട്, എല്ലാം നഷ്ടപ്പെടുമ്പോൾ when everything is lost, the only thing left is hope. So let us hope again. So there will be a light at the end of the tunnel. നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. പക്ഷെ പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പ്രതികരിക്കണം നമ്മൾ തന്നെ അതിനുവേണ്ടി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം പട്ടണത്തിലെ പള്ളിക്കുളത്തിന് സമീപം ഗാന്ധി പ്രതിമ സ്ഥാപിച്ചതിന് തൃശൂർ കോർപ്പറേഷൻ, സോഷ്യൽ സർവീസ് ക്ലബ് എന്നിവർക്ക് സർവോദയ ദർശൻ അഭിനന്ദനം അറിയിച്ചു. 1925, 1927, 1934 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി തൃശൂർ പട്ടണം സന്ദർശിച്ച് സ്വാതന്ത്ര്യ സമരത്തെ സജീവമാക്കിയത്. ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി തരകൻ, കോർപ്പറേഷൻ കൗൺസിലർ ലീല വർഗീസ് ടീച്ചർ തുടങ്ങിയവർക്ക് ഗാന്ധി സാഹിത്യ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ സന്തോഷം രേഖപ്പെടുത്തി. രാമായണ വിചാര സദസ് ഓഗസ്റ്റ് 15 വൈകിട്ട് 3:30 നീരാഞ്ജലി ഹാളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ AP നാരായണൻകുട്ടി അധ്യക്ഷം വഹിക്കും. സജി നാരായണൻ, R. രാജേന്ദ്രൻ, MV നടേശൻ, VK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിക്കും. ശങ്കരൻകുളങ്ങര ഭക്തസംഘം അവതരിപ്പിക്കുന്ന ആധ്യാത്മരാമായണം കൈക്കുട്ടി കളിയോടെ പരിപാടികൾ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ AP നാരായണൻകുട്ടി, K. സതീഷ് ചന്ദ്രൻ, രമേശ് വാരിയർ, MV നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല മാരത്തോൺ മത്സരവും ക്വിസ് മത്സരവും തൃശൂരിൽ വെച്ച് നടന്നു. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ മത്സരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്രീ വിക്ടർ മഞ്ഞില ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ ജാവിൻ ക്ലീറ്റസും ഹിമയും യഥാക്രമം 1-2 സ്ഥാനങ്ങൾ നേടി. വനിതകളുടെ മത്സരത്തിൽ പാലക്കാട് ജില്ലയിലെ ഐറിൻ തോമസ്, തൃശൂർ ജില്ലയിലെ സുപ്രിയ ബി, പാലക്കാട് ജില്ലയിലെ നേഹ കേദാസ് തുടങ്ങിയവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. പുരുഷന്മാരുടെ മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിലെ നബീൽ സാഹിബ് MP, എറണാകുളം ജില്ലയിലെ മനോജ് RS, കൊല്ലം ജില്ലയിലെ ശിവപ്രസാദ് P തുടങ്ങിയവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികളായവർക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കും. 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള അശ്വിൻ കൃഷ്ണ R, ധ്രുപദ് M തുടങ്ങിയവർ 1ാം സ്ഥാനവും ഇടുക്കി കോട്ടൂർ NSS HSS നിന്നുള്ള ദേവിക ബിനുകുമാർ, നക്ഷത്ര ഷാജി തുടങ്ങിയവർ 2ാം സ്ഥാനവും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ GMHSS നിന്നുള്ള വേദ ലക്ഷ്മി, ഉമ്മുൽ കുലുസു S തുടങ്ങിയവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സ്ഥാനം നേടിയ ടീമിനെ ദേശീയ തലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കും. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ മംഗല്യ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 50-നും മധ്യേ പ്രായമുള്ള വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത്. പുനർവിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷക BPL മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. പദ്ധതിക്കായി വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. യൂസർ മാനുവൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0473-2361-500 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുടുംബശ്രീ ബാലസഭ അംഗങ്ങൾക്കായി ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പ്രബന്ധ മത്സരം തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ് അധ്യക്ഷനായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ്, വിധികർത്താക്കൾ ഡോക്ടർ ബിന്ദു TN, പ്രേമരാജൻ TA, ശ്രീനിത, രുക്മ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ആദർശ് P ദയാൽ, വിനീത AK, റിസോഴ്സ് പേഴ്സൺ വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്നതാണ് വിഷയം.
15 പേരെ സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തു. കുടുംബശ്രീ ബാലസഭകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 78 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഏഞ്ചലിയ ക്ലീറ്റസ്, അന്നമനട CDS ബാലസഭ, ഹൃതിക ചാവക്കാട്, അനാമിക CM കൈപ്പറമ്പ്, ഹെവേന ബിനു കൊണ്ടാഴി, പാർവതി MR കാടുകുറ്റി, മുബീന ഹസീം TK തിരുവില്ലാമല, സുപ്രിയ PK വടക്കാഞ്ചേരി, ഹനിഷ്ക കൊടകര, ഫിദ ഫാറൂഖ് വലപ്പാട്, അനശ്വര അരിമ്പൂർ, അനന്യ പെരിഞ്ഞനം, അഭിനവ നാട്ടിക, ഗൗരി നന്ദന കാർമൽ ഹൈസ്കൂൾ ചാലക്കുടി, മരിയ കാർമൽ സ്കൂൾ ചാലക്കുടി, സ്റ്റെവിൻ K രാജു, സെന്റ് അലോഷ്യസ് എലത്തുരുത്ത് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. കുളിക്കാതെ നമ്മൾ ആരും പുറത്തിറങ്ങില്ല. വൈകുന്നേരം വീട്ടിൽ ചെന്നാൽ നിർബന്ധമായി നമ്മൾ കുളിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കുളിക്കുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മറ്റേത് സംസ്ഥാനത്ത് താമസിക്കുന്നവരെക്കാൾ കൂടുതൽ. ഈ സംസ്ഥാനം തന്നെയല്ല, നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ കാണുമ്പോൾ അറിയാം, മറ്റേത് രാജ്യത്ത് താമസിക്കുന്നവരെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ നമ്മൾ ശുചിത്വം പാലിക്കുന്നവരാണ്, വ്യക്തി ശുചിത്വം. പക്ഷേ ആ ശുചിത്വം ആ വ്യക്തി എന്ന് പറയുന്ന ആ ഒന്നിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങുകയാണ്. സമൂഹത്തിനാകമാനം ബാധകമായിട്ടുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ, ശുചിത്വപൂർണമായ നിലപാടുകൾ ഇതെടുക്കുന്നതിൽ നമ്മൾ വളരെ കുറവാണ്. അത് നമ്മളെക്കാൾ മികച്ച നിലവാരത്തിൽ പ്രവർത്തിക്കാൻ മറ്റു പല രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരു വഴിയിൽ ഒരു കടലാസ് വീണാൽ അത് വലിച്ചെറിഞ്ഞാൽ അത് എടുക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹം ഒരുപാട് നാളുകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം നടത്തുന്നത് വളരെ വിശേഷമാണെന്നും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വ ഐശ്വര്യവും പ്രാപ്തമാക്കുന്നതാണെന്നും അഷ്ടമംഗല്യ പ്രശ്നവിധി ഉണ്ടായിരുന്നു. അതുപ്രകാരം ഇന്ന് ക്ഷേത്രത്തിൽ തന്ത്രി ശ്രീ വടക്കേടത്ത് കപ്ലിങ്ങാട് ചിത്രഭാനു നമ്പൂതിരി ചൊല്ലിക്കൊടുത്ത നാമം ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ യാതൊരു വിഘ്നവും കൂടാതെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഭക്തർ ഏറ്റുചൊല്ലി പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അഖണ്ഡ നാമജപം യാതൊരു മുടക്കവും കൂടാതെ പൂർത്തിയാക്കുവാൻ പങ്കാളിയായ എല്ലാ ഭക്തജനങ്ങൾക്കും ഉപദേശക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുത്തൂരിൽ നടത്തിയ ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിംഗ് വിദ്യാർത്ഥികളുടെ പ്രിയദർശിനി 2K 2024 കൺട്രോളർ K മദൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല മാരത്തോൺ, ക്വിസ് മത്സരം എന്നിവ തൃശൂരിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ കാരുണ്യ സാമ്പത്തിക പദ്ധതി CVR ചിറ്റിരിപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.